നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ കാമപിശാചുകളെ പേടിച്ച പുറത്തിറങ്ങാൻ കഴിയാത്ത പെൺവിഭാഗം. ഇതായിരുന്നു ഒരു കാലം വരെ കേരളത്തിൽ ഞെട്ടലുളവാക്കുന്ന വാർത്തയായി വന്നിരുന്ന സ്റ്റോറികളുടെയൊക്കെ തലക്കെട്ട്. എന്നാൽ ഇന്ന് അതിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നു എന്നതല്ല ഇതിൻ്റെ അർത്ഥം. ആക്രമിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും ഉൾപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, നിലവിൽ കേരളത്തിൽ LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇവരും ആക്രമിക്കപ്പെടുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ അടിവരയിട്ട് പറയാവുന്ന ഒരു വാർത്ത കൂടെ തൃശ്ശൂരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒരു 6 വയസ്സുകാരന് നേരെയുണ്ടായിരിക്കുന്ന ലൈംഗിക ആക്രമണം, പ്രകൃതിവിരുദ്ധ പീഡനം. കഴിഞ്ഞ ദിവസം കാണാതായ 6 വയസ്സുകാരൻ്റെ മരണമാണ് ഇപ്പോൾ കൊലപാതകമാണ്, പ്രകൃതിവിരുദ്ധ പീഡനമാണ് എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. തൃശ്ശൂർ മാളയിൽ കുളത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഈ 6 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ് രംഗത്തെത്തുന്നു. പിന്നീട് മരണം ആത്മഹത്യയല്ല, അപകട മരണമല്ല, കൊലപാതകമാണ് എന്നത് സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ അയൽവാസിയായിട്ടുള്ള ജോജോ എന്ന് പറയുന്ന 20കാരനെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുട്ടി ഈ സംഭവത്തെ ചെറുത്തതോടെയാണ് ഇയാൾ കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് എന്നതാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ജോജോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും ബൈക്ക് മോഷണ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള വ്യക്തിയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ അടുത്തിടെയാണ് ഇയാൾ ബൈക്ക് മോഷണ കേസിൽ ജാമ്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. കുട്ടിയെ കാണാതായതിന് പിന്നാലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ജോജോയും ഒപ്പമുണ്ടായിരുന്നു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ജോജോയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടി കുളത്തിൽ ഉണ്ടെന്ന് ജോജോ വ്യക്തമാക്കി. ഈ സമയം കുട്ടിയെ കാണാതായിട്ട് 3 മണിക്കൂർ പിന്നിട്ടിരുന്നു. തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് തെളിയിക്കപ്പെട്ട കേസാണ്. ഇനി അധികമാരും ശ്രദ്ധിക്കാത്ത, തെളിയിക്കപ്പെടാതെ പോകാൻ സാധ്യതയുള്ള സമാന രീതിയിലെ ഒരു മരണം, അത് കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു കേസ് ഇങ്ങ് തിരുവനന്തപുരത്തും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് അർജുൻ എന്ന് പറയുന്ന 16 വയസ്സുകാരൻ്റെ മരണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് അർജുൻ എന്ന് പറയുന്ന ഈ 16 വയസ്സുകാരനെ കാണാതാകുന്നത്. ഇതിനുശേഷം പോലീസിൽ മാതാപിതാക്കൾ പരാതി നൽകുന്നു. പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീടും നാടും മുഴുവനായി മണിക്കൂറുകളോളം, ദിവസങ്ങളോളം പോലീസ് അന്വേഷണത്തിനും തിരച്ചിലിനൊക്കെ വിധേയമാക്കുന്നു. 3 ദിവസം അർജുന് വേണ്ടി അന്വേഷണങ്ങളും തിരച്ചിലുകളും ഒക്കെ നടത്തിക്കൊണ്ട് അർജുൻ്റെ കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും പോലീസ് ഉദ്യോഗസ്ഥരും രംഗത്തുണ്ടായിരുന്നു. ഇവന് വേണ്ടി തിരയാത്ത ഒരു സ്ഥലങ്ങളുമില്ല. പക്ഷേ 3ാമത്തെ ദിവസം അർജുൻ്റെ മൃതദേഹം വീടിന് പുറകുവശത്തുള്ള കിണറിൽ നിന്ന് കണ്ടെത്തുകയാണുണ്ടായത്. തിരച്ചിൽ നടത്തിയ 3 ദിവസവും പരിശോധിച്ച കിണറിൽ കാണാതിരുന്ന മൃതദേഹം പെട്ടെന്ന് അവിടെ എങ്ങനെ വന്നു എന്നത് സംശയാസ്പദമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നീന്തൽ അറിയാവുന്ന ഒരു പയ്യനായിരുന്നു അർജുൻ. അനാവശ്യമായുള്ള യാതൊരു പ്രശ്നങ്ങൾക്കും തലയിടാൻ പോകാത്ത ഒരു കുട്ടി. വൈകിട്ട് സുഹൃത്തുക്കളുമൊത്ത് ആർത്തുല്ലസിച്ച് കളിച്ച കുട്ടിയാണ് അർജുൻ. കാണാതാകുന്നതിന് തൊട്ടു മുമ്പ് അടുത്തുള്ള ഒരു കടയിൽ ചെന്ന് കഴിക്കാൻ വേണ്ടി ഒരു കുപ്പി വെള്ളവും സ്നാക്സും ഒക്കെ ആവശ്യപ്പെട്ടവനാണ്. അവൻ മരണപ്പെട്ടത് ആത്മഹത്യയാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. പ്രത്യേകിച്ച് അർജുനെ കാണാതാകുമ്പോൾ അർജുൻ ധരിച്ചിരുന്ന ഒരു വേഷമുണ്ട്. അതായത് കറുത്ത ഫുൾ കൈ ടീഷർട്ടും പാൻസും ചെരുപ്പുമൊക്കെ. ഇതിൽ ആ കറുത്ത കൈ ടീഷർട്ട് എവിടെ പോയി എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. അതായത് ആ കുട്ടിയുടെ വസ്ത്രം കാണാമറയത്ത് എന്ന് പറയുമ്പോൾ അവനെ ആരെങ്കിലും ഈ പറയുന്നത് പോലെ പീഡനത്തിന് ഇരയാക്കിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള ആ സംശയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ അർജുൻ്റെ ഒരു പൊട്ടിയ ചെരുപ്പാണ് കാണാനിടയായത്. എന്തായാലും തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് തന്നെയാണ് സംഭവം. പെണ്ണെന്നോ ആണെന്നോ നോക്കാതെ ലിംഗവ്യത്യാസം ഒന്നുമില്ലാതെ കേരളത്തിലെ ഓരോ ആളുകളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നത് മദ്രസകളിൽ നിന്നുമാണ്. പല വിദ്യാർത്ഥികളെയും മദ്രസ അധ്യാപകർ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ റിപ്പോർട്ടുകളും കേസുകളും ഒക്കെ ഉണ്ടാകുന്നത് പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ചിറ്റാരിപ്പറമ്പിൽ നിന്ന് വന്ന വാർത്ത. അതായത് 10ഉം 12ഉം വയസ്സുള്ള വിദ്യാർത്ഥികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെതിരെ പോക്സോ കേസെടുത്ത സംഭവം അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു.
ഇത്തരം സംഭവങ്ങൾക്ക് ഇതൊരു വലിയ ഉദാഹരണമാണ്. കണ്ണവം സ്റ്റേഷൻ പരിധിയിലെ മദ്രസയിലായിരുന്നു ഈ അധ്യാപകൻ പഠിപ്പിക്കാൻ എത്തിയത്. അധ്യാപകൻ അവിടെ എത്തി 3-ാം ദിവസമാണ് ഈ അധ്യാപകൻ ഈ വിദ്യാർത്ഥികളെ, അതായത് പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള അഷ്റഫ് കുളത്തൂരിനെതിരെ ഇത്തരത്തിൽ രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഇത് മാത്രവുമല്ല, അച്ഛൻ മകനെ ഉപദ്രവിക്കുന്നതും വൃദ്ധനായിട്ടുള്ള ആളുകൾ ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നതുമായിട്ടുള്ള നിരവധി സംഭവങ്ങളും കേസുകളുമാണ് കേരളത്തിൽ ഒരു വർഷത്തിനിടെ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 10 വർഷം മുമ്പ് 2014 കാലഘട്ടത്തിൽ രാജ്യത്തുടനീളം 1156 കേസുകളാണ് ഇത്തരത്തിൽ പ്രകൃതിവിരുദ്ധ പീഡനം എന്ന് പറയുന്ന വകുപ്പ് 377 കീഴിൽ മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2014 NCRBC ഡാറ്റ പ്രകാരം 194 കേസുകൾ ഡൽഹിയിൽ മാത്രമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 143 കേസുകളാണ് ഹരിയാനയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിന് തൊട്ട് പിറകിലുള്ളത് ഉത്തർപ്രദേശ് ആയിരുന്നു. ഉത്തർപ്രദേശിൽ 137 കേസുകളും കേരളവും മധ്യപ്രദേശും ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 100-ലധികം കേസുകളുമാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1,00,000 ജനസംഖ്യയിൽ ഒരു കേസ് എന്ന നിലയിൽ ഡൽഹിയിലും ഇത്തരം കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഉയർന്നു തന്നെയാണ് അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത്. സിക്കിം, മിസോറാം, ത്രിപുര എന്നിവ ഒഴികെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരു 10 വർഷം മുമ്പ് രേഖപ്പെടുത്തിയിരുന്നില്ല. സിക്കിം ഒരു കേസ് മാത്രമായിരുന്നു ആ സമയത്ത് രേഖപ്പെടുത്തിയത്. ത്രിപുരയിൽ 3 കേസുകളും മിസോറാമിൽ 4 അസ്വാഭാവിക കേസുകളും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷമായി സെക്ഷൻ 377 കേസുകൾ ഇത്തരത്തിൽ നിരന്തരമായി പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ 10 വർഷത്തിന് ഇപ്പുറം നോക്കുമ്പോൾ ആ കേസുകളുടെ എണ്ണത്തിൽ വർധനവ് സംഭവിച്ചിരിക്കുന്നു എന്നതല്ലാതെ ആശ്വസിക്കാവുന്ന മറ്റൊരു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ദയനീയാവസ്ഥ. ഇനി ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറുന്ന ഒന്ന് തന്നെയാണ്. ഇനി പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ തന്നെ ആൺകുട്ടികൾക്കും ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു സൊസൈറ്റി തന്നെയാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ ചെറിയ കുട്ടികളെയൊക്കെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ളൊരു നടപടി ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനു വേണ്ടുന്ന നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇനിയും ആക്രമിക്കപ്പെടാൻ ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടിട്ടും ഭയം കൊണ്ട് തുറന്ന് പറയാതിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇനി നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ മാതാപിതാക്കളും.